ഇന്ന് നല്ല നാടൻ ഒരു തീയൽ തയ്യാറാക്കിയാലോ. കൊഞ്ച് തീയലാണ് നമ്മളൊന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തീയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം കൊഞ്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു പഴുത്ത തക്കാളി, ഒരു വലിയ മുരിങ്ങക്ക, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മുടെ തീയലിന് മെയിനായിട്ട് വേണ്ടിയത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 20 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് തീയലിന്. അതില്ലെങ്കിൽ മാത്രം ഒരു സവാള എടുക്കാം. ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 കറിവേപ്പിലയും 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ തീയലിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വാളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ പുളി ആയതുകൊണ്ട് നല്ല പുളിപ്പുണ്ട്. അപ്പം തീയലിന് എത്രത്തോളം പുളിപ്പ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പുളി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ അളവ് കൂടിപ്പോണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തീയൽ തയ്യാറാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, മുരിങ്ങക്ക എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതേ ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ചെറു ചൂടുവെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചങ്ങ് ഒഴിക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. അതേ ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കൊഞ്ചും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ദേ ഇപ്പം നല്ലതുപോലെ കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പുളിയും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി